എല്ലാ വിശ്വാസികളും വളരെ വേദനയോടെ ദുഃഖിക്കാനും സങ്കടപ്പെടാനും ഒക്കെ ഒരു കാരണം വന്നിരിക്കുന്നു. സാധാരണ നോമ്പ് മാസമാവുമ്പോൾ ആത്മസംസ്കരണത്തിലൂടെ സ്വന്തം വിശ്വാസത്തെ ഊതിക്കാച്ചി തിളക്കമുള്ളതാക്കാൻ വേണ്ടി വിശ്വാസികൾ പരിശ്രമിക്കുമ്പോഴാണ് വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വാർത്തയുമായി മോൾ വന്നിരിക്കുന്നത്. അത് ആഗോള മുസ്ലിം സമൂഹത്തെ വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തും. ഒരുപക്ഷെ ഇരു ഹറമുകളിലും അതിനെക്കുറിച്ച് ഇമാമുമാർ വരുന്ന വെള്ളിയാഴ്ച സംസാരിക്കും. കാരണം ജസ്ന സലീം തട്ടമൂരിയത് എന്താണ് എന്നുള്ളത് ഇന്ന് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന വലിയ ഒരു ചോദ്യമാണ് എന്ന് മാത്രമല്ല, ആ ചോദ്യത്തിന് മുന്നിൽ ഈ സമൂഹം പകച്ചു നിൽക്കുകയുമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആ മോളെ ക്ഷണിച്ചൊരു വേദിയിൽ വരുത്തി നവോത്ഥാന പുരോഗമനവാദിനികൾ എല്ലാവരും കൂടി വാതിൽ തുറന്നിട്ട് കൊടുത്ത് അവരെ സ്വീകരിക്കുകയാണ്. പലതവണ അമ്പലത്തിൽ ആക്രമിച്ചു കയറി അവിടെ അനധികൃതമായി കയറി റീല് ഷൂട്ട് ചെയ്യുന്നതിന് നാട്ടിലുള്ളവർ മുഴുവൻ തെറി വിളിക്കുകയും പോലീസ് കേസെടുക്കുകയും കോടതി എടുത്ത് നിലത്തടിക്കുകയും ഒക്കെ ചെയ്തതിലും ഒരു പരിഭവവും ഇതുവരെ ആ മോൾക്ക് തോന്നാത്തത് തന്നെ ആ മോളുടെ ഒരു വലിയ വിശാലമായ കാഴ്ചയും ചിന്തയുമാണ്. ഏതായാലും ആ പുന്നാര മോളുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. ഓ അതെ, രണ്ട് കാലമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളർച്ചയുടെ നാഴികക്കല്ലിൽ അടയാളപ്പെടുത്തേണ്ടത്. അതായത് കഴിഞ്ഞ റമദാനിൽ തട്ടമിട്ട ജസ്നയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ റമദാനായപ്പോൾ തട്ടം ഊരിയ ജസ്നയായി മാറി. അതുകൊണ്ട് ഇനി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ ജസ്ന തട്ടമിട്ട കാലത്തിന് മുമ്പും ജസ്ന തട്ടം ഊരിയ കാലത്തിൻ്റെ പിൻപും എന്ന് അടയാളപ്പെടുത്തും. കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന വേദിയിലാണ് ഈ പുരോഗമനവാദികളായ നവോത്ഥാനവാദിനികൾ ഇത്തരം പമ്പര വേസ്റ്റുകളെ അണിനിരത്തി കലാപരിപാടികൾ നടത്തുന്നത്. തീർന്നില്ല, ഇനി അതിൻ്റെ കാരണം എന്താണെന്ന് കൂടിയാണ് ബഹുമാന്യത അങ്ങോട്ട് വിശദീകരിക്കാൻ പോകുന്നത്. ഓ ഓ ഓ ഓ കാരണം പറഞ്ഞ കേട്ടില്ലേ? അതായത് മറ്റൊരു ദൈവത്തിൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ എല്ലാവരും കൂടി ഏതാണ്ടൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ചിത്രം വരച്ച് പലതവണ കൊണ്ട് കൊടുത്ത് ഇത് സ്വന്തമായി വരച്ചതല്ല, അല്ലാതെ ഇങ്ങനെ വെച്ച് രൂപങ്ങൾ വെച്ച് അടയാളപ്പെടുത്തിയതാണെന്ന് കണ്ട് അതിലെ വിശ്വാസികൾ തന്നെ പമ്പരത്തെറിയും അതുപോലെ തന്നെ വായിൽ വരുന്നത് മുഴുവൻ വിളിച്ച് ഇതുകൊണ്ട് നടത്തിയ അഭ്യാസം കാണിക്കുകയും റീലെടുക്കുകയും ചെയ്യുന്നതിന് കേസ് കൊടുത്ത് ദേവസ്വം ബോർഡ് തന്നെ പലതവണ അറസ്റ്റ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ ആദ്യത്തെ മതത്തിനോട് കെറിയിച്ച് തട്ടമൂരിയ ജസ്ന രണ്ടാമത്തെ പ്രവൃത്തികളോട് കെറിയിച്ച് എന്താണ് ഊരുമെന്ന് കാത്തിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഊരാതെ ഊരി എറിഞ്ഞത് സ്വന്തം ആത്മാഭിമാനം മാത്രമാണെന്ന് തിരിച്ചറിയാത്ത വിഡ്ഢി വർത്തമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കൈയടിക്കുന്ന കുറച്ച് കൂസ്മാണ്ഡങ്ങളെ കൂടി ചേർത്താണ് നമ്മൾ വനിതാ പറയുന്നത് നിരീശ്വരവാദികളുടെ കൂട്ടമായിരിക്കും, എനിക്കറിയത്തില്ല. ഏതായാലും പുരോഗമനവാദികൾ വാദിനികൾ എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഒരുപാട് കടകളിൽ, ഒരുപാട് സ്റ്റോറുകളിൽ, ഒരുപാട് സ്റ്റാളുകളിൽ മുസ്ലിങ്ങളായ ആളുകൾ പോലും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളും അത്തരം കാര്യങ്ങളും വിൽക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകുന്നവർക്ക് മാല വിൽക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ മറ്റ് പലതരങ്ങളും മുസ്ലിം കടകളിൽ വിൽക്കുന്നവരുണ്ട് വിപണന വസ്തുവായി. അമ്പല സ്ഥലങ്ങളിൽ കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങളുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ അവർ പള്ളിയിൽ പോകുന്നു. അവർക്കൊന്നും ഇത് ഊരിത്തെറിച്ച് പോകുന്ന ഒരു പേടിയുമില്ല. മറിച്ച് ഇതൊക്കെ അങ്ങനെ തന്നെ ഒരു മുൻവിധിയാൽ ജനിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട് ഇങ്ങനെ ഇറങ്ങി കാണിക്കുന്ന ഇത്തരം വേഷം കെട്ടലുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ അതിൻ്റെ കാപഢ്യത്തെ തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ കുറേ ആളുകളുണ്ട് ഈ പേരിത് വെച്ചുകൊണ്ട് പാവം ഈ ഹിന്ദുക്കളായ മനുഷ്യരെയും അത്തരം ആളുകളെയും ഒക്കെ ഊഞ്ഞാലാട്ടി ജീവിക്കുന്നവർ. തിരിച്ചും ഇതുപോലെ തന്നെ വന്ന് ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ ചെലവിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ ഫിലിപ്പ് മമ്പാടിനെ പോലെയൊക്കെ എപ്പോൾ ഓർത്താലും ഉമ്മയും ഉപ്പയും ഉപ്പുപ്പയും മാത്രം ഓർക്കുന്നത് കേട്ട് ധന്യരായി ജീവിക്കുന്ന കുറച്ച് ആളുകൾ. ഏതായാലും ആ കൂട്ടത്തിലാണ് മോളുടെ വർത്തമാനം കണ്ടത്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ ഉണ്ട്. ഏതായാലും ഈ പറഞ്ഞ മോള് തലയിലിട്ടിരുന്ന സംഗതി ഊരി അത് നെഞ്ചത്ത് വരെ എത്തിച്ചതിൻ്റെ കഥയാണ് പറഞ്ഞത്. ഇനി ആരോടെങ്കിലും പരിഭവിച്ച് ഏതോ ഒരു മലയാളം പടത്തിൽ നമ്മുടെ തിലകൻ ഈ സ്വദേശി വസ്ത്രങ്ങളോടുള്ള താല്പര്യം പ്രസംഗിച്ച് അവസാനം ഊരിയതുപോലെ ഒന്നും ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ മോള് മനസ്സിലാക്കേണ്ടത് ഒരാളിത് ഊരുമ്പോൾ 9 ആളുകൾ ഇതിടാൻ വേണ്ടി വരും. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരാളുടെ ജൽപ്പനങ്ങളിൽ ഒരു മതവും ഒരു വിശ്വാസവും ഒരു സത്യവും ഒരു നീതിയും ഇല്ലാതാവുകയില്ല. ഈ റമദാൻ മാസത്തിൽ തന്നെയാണ് ഷക്കീല എന്ന് പറയുന്ന മലയാളത്തിലെ വലിയ സൂപ്പർ സ്റ്റാറായി കുറേ അത്തരം ചിന്തകളിലായി കഴിഞ്ഞ കുറേ പേരുടെ നായികയായി കഴിഞ്ഞിരുന്ന അവർ എല്ലാ മര്യാദകളും പാലിച്ച് പൂർണ്ണമായി വസ്ത്രവും ധരിച്ച് ഹറമിലേക്ക് ഉംറ ചെയ്യാനായി പോയിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്. അതിനെ വിധിയായി മാത്രം കാണാം. പിന്നെ ആളുകളെ ഇങ്ങനെ വിഡ്ഢിയാക്കി ഊഞ്ഞാലാട്ടി അധികകാലം ജീവിക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞു പോയതുപോലെ ഇതങ്ങ് പൊളിയുകയേ ഉള്ളൂ.